നാണമില്ലാത്ത മാതാപിതാക്കളെ, നിങ്ങളുടെ ചില മക്കളെ യൂട്യൂബിൽ അതേ ചാനലുകൾ തുടങ്ങിയിട്ട് അവരതാ വൃത്തികേടുകളെ അവരുടെ സൗന്ദര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അവര് പുതിയ ബ്ലോഗുകൾ തുടങ്ങി അവരുടെ സൗന്ദര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നക്കാപ്പിച്ചക്ക് വേണ്ടി ആരുടെയോ മുന്നിൽ തന്നെ നഗ്നത വെളിവാക്കിക്കൊണ്ട് വൃത്തികേടുകൾക്ക് നേതൃത്വം നൽകുന്ന പെൺമക്കളിലെ യൂട്യൂബുകളിലെ നാണമില്ലേ മാതാപിതാക്കളെ? അവരെന്തിനാണ് നിങ്ങൾ പോറ്റി വളർത്തിയത്? അവരെ ഓർച്ചിച്ച് ലജ്ജിച്ച് തല താഴ്ത്തി പോകുന്നില്ലേ? എന്തുമാത്രം വൃത്തികേടുകളാണ്! യൂട്യൂബിൽ ലൈക്ക് ലഭിക്കാൻ വേണ്ടി, സബ്സ്ക്രൈബ് ലഭിക്കാൻ വേണ്ടി, അതേ പണം ലഭിക്കുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാമെന്നാണോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അന്യ പുരുഷരുടെ മുന്നിൽ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചിട്ട് ഒരുപാട് സംസാരങ്ങള്, ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കല്, ഒരുപാട് സമയം ചെലവഴിക്കലുകള്, അതിന് മൊബൈൽ ഫോണില് അതിനു വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളെ ഖബറിലെത്തിയാൽ ആ മക്കള് നിങ്ങളെ വേദനിപ്പിക്കും കേട്ടോ. മഹ്ശറയിലെത്തിയാൽ ആ മാതാപിതാക്കളുടെ മക്കള് വിളിച്ചു പറയും, എന്റെ റബ്ബേ, എനിക്കിതിന് അവസരം തന്നത് എന്റെ മാതാപിതാക്കളാണ്, അവരെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുമ്പോ അവരുടെ തലക്ക് മുകളിൽ കയറിയിരുന്ന് ആ മക്കൾ അട്ടഹസിക്കുമെന്ന് വിളിച്ചു പറഞ്ഞില്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇതിനെന്തിനാണ് നമ്മൾ അവസരം ഉണ്ടാക്കുന്നത്? ഖബറിലെത്തിയാൽ നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു മക്കളുണ്ട്. ആ മക്കൾ ആരാണെന്നറിയോ? വലദുൻ സാലിഹ് യദഊ ലഹു. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളെ നല്ല നിലക്ക് വളർത്തണേ. ഞാൻ എന്റെ പെൺമക്കളോട് പറയുകയാണ്, ഞാൻ എന്റെ സഹോദരിമാരോട് പറയുകയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, ഓ പെങ്ങളെ, മുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും സ്വലാത്ത് ചൊല്ലാനും ഹുബ്ബ് വെക്കാനും അല്ലാഹ് നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ് കേട്ടോ.